Good day friends, this is Python Malayalam. Python മലയാളത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം കമ്പാരിസൺ ഓപ്പറേറ്ററുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏജ് is equal to 10. ഏജ് എന്ന് പറയുന്നത് 10 വയസ്സ്. നമ്മൾ നേരത്തെ ഏജിനെ കമ്പയർ ചെയ്തു 10 ആണോ എന്നുള്ള രൂപത്തിൽ. ഏജ് is equal to 10. ഈ സ്റ്റേറ്റ്മെന്റ്, ഈഫിന് ശേഷമുള്ള ഈ സ്റ്റേറ്റ്മെന്റ്, ഈഫിനും കോളനും ഇടയിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ മാത്രമേ അതിന് ശേഷമുള്ള അതിൻ്റെ ബ്ലോക്കിലുള്ള കോഡ് റൺ ചെയ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് ഒരു ലൈൻ ഓഫ് കോഡാണ്. നമുക്ക് എത്ര കോഡുകൾ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലെങ്കിൽ മാത്രമാണ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റൺ ചെയ്യുക എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ മനസ്സിലാക്കി. ഈക്വൽ സൈനുകൾ രണ്ടെണ്ണം നൽകി കഴിഞ്ഞാൽ 10ന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് നോട്ട് ഈക്വൽ ടു. ഫസ്റ്റിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ ഒരു ഈക്വൽ സൈൻ. ഓക്കെ, അപ്പോൾ 10 അല്ലെങ്കിൽ എന്നുള്ളത് ട്രൂ ആകണം. ഇപ്പോൾ 10 ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ആണ്. നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഓക്കെ, കാരണം എന്താണ്? ഏജ് 10 ആണ്. ഇത് അല്ലെങ്കിൽ എന്നുള്ളതാണ് നോക്കുന്നത്. ഏജ് 10 അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ റൺ ചെയ്യണം. പക്ഷേ ഏജ് 10 ആണ്, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി എൽസിലേക്ക് കടന്നു വന്നു. സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. അതാണ് നോട്ട് ഈക്വൽ ടു സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഗ്രേറ്റർ ദാൻ സൈൻ. ഗ്രേറ്റർ ദാൻ 5. ഏജ് 5നേക്കാൾ വലുതാണെങ്കിൽ, 5നേക്കാൾ വലുതാണ്, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യും. ഏജ് 5 ആണെങ്കിൽ എന്നത് ചോദിക്കുന്നില്ല, 5നേക്കാൾ വലുതാണെങ്കിൽ. ഉദാഹരണത്തിന് ഏജ് 5 ആണെന്ന് സങ്കല്പിക്കാം. ഇവിടെ ഏജ് ഗ്രേറ്റർ ദാൻ 5 എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. കാരണം 5നേക്കാൾ വലുതാണെങ്കിൽ ഇത് റൺ ചെയ്യേണ്ടുള്ളൂ. 5നേക്കാൾ വലുതല്ല, 5 ആണ്. ഇനി 5ഓ 5നേക്കാൾ വലുതോ ആണെങ്കിൽ അതിനാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സൈൻ കൊടുക്കുന്നത്. ഈക്വൽ ടു സൈൻ. ഇപ്പോൾ ഈ സിമ്പിളിന്റെ അർത്ഥം ഏജ് 5ഓ അതിലധികമോ വലുതാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ലെസ് ദാൻ. ഇഫ് ഏജ് ലെസ് ദാൻ 10നേക്കാൾ കുറവാണെങ്കിൽ, 10നേക്കാൾ കുറവാണ്, സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇനി 10ഓ 10നേക്കാൾ കുറവോ ആണെങ്കിൽ എന്നുള്ള എങ്ങനെ ചോദിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. 10ഓ 10നേക്കാൾ കുറവോ, 10നേക്കാൾ കുറവ് തന്നെയാണ്, റൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പം നമ്മൾ 4 രൂപത്തിലുള്ള ഓപ്പറേറ്ററുകൾ, ഈക്വൽ ടു പഠിച്ചു, നോട്ട് ഈക്വൽ ടു പഠിച്ചു, ഗ്രേറ്റർ ദാൻ പഠിച്ചു, ലെസ് ദാൻ പഠിച്ചു. പിന്നെ അതിൻ്റെ തന്നെ സംയോജനങ്ങളാണ് ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഓക്കെ, ഇത്രയും ഓപ്പറേറ്റേഴ്സുകൾ നമ്മൾ പഠിച്ചു. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് ഈസ്. ഈസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് പൈത്തണിലെ. ഇഫ് ഏജ് ഈസ് 10, ഏജ് 10 ആണെങ്കിൽ, ഇവിടെ 5 ആണ്, സ്വാഭാവികമായിട്ടും ഇതായിരിക്കും റൺ ചെയ്യുക. നമുക്ക് 10 തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ട്രൂ ആയി, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ, ഇനി ഈസ് നോട്ട് 10. ഇത് അനദർ. ഈസ് നോട്ട് 10 എന്ന് പറഞ്ഞാൽ 10 അല്ലെങ്കിൽ അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. ഏജ് ഈസ് നോട്ട് 10 അല്ല, ഏജ് ഈസ് 10 ആണ്, അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്തു. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്ററുകൾ നിങ്ങൾ പഠിച്ചു. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, greater than, less than equal to, greater than equal to, is and is not. ഇത്രയും കാര്യങ്ങൾ
കമ്പാരിസൺ ഓപ്പറേറ്ററുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിനോട് കൂടുതൽ പരിചയിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ നിങ്ങളുടെ ഫയൽ എഡിറ്ററിലൊക്കെ ചെയ്തിട്ട് റൺ ചെയ്യിച്ച് നോക്കുക. പ്രാക്ടീസാണ് നമ്മളെ ഒരു കാര്യം ചെയ്യാൻ കഴിവുള്ളവനാക്കുന്നത്. നമ്മുടെ തിയറി ഇങ്ങനെ പഠിച്ചു വെച്ചതുകൊണ്ടോ കണ്ടതുകൊണ്ടോ കാര്യമില്ല, നമ്മൾ ചെയ്ത് ശീലിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.